ശുദ്ധമായ കൂവപ്പൊടി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാനൊരു പീലർ എടുത്തിട്ടാണ് കൂവ വൃത്തിയാക്കുന്നത്. ഇതിന് ശേഷം അത് വെള്ളത്തിലിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകി എടുക്കണം. അതിന് ശേഷം നമ്മളൊരു സ്ലൈസർ എടുത്തിട്ട് ആ കൂവ സ്ലൈസ് ചെയ്യാണ്. ഈ കൂവേൻ്റെ കണ്ട എന്ന് പറയുന്ന ഈ ഭാഗത്താണ് എപ്പോഴും പൊടി കൂടുതലായിട്ടുണ്ടാവുക. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൊടി കിട്ടും. ഇപ്പോൾ ഞാൻ കൂവ മുഴുവനായിട്ട് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിൽ കുറേശ്ശെ കൂവ വെള്ളവും ചേർത്ത് നല്ലവണ്ണം അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂവ മുഴുവനായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അത് ഒരു വൃത്തിയുള്ള തുണിയിൽ വെച്ച് പിഴിഞ്ഞ് എടുക്കണം. ഈ പിഴിഞ്ഞെടുത്തത് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. അതിന് ശേഷം അത് കലക്കി വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ 5 പ്രാവശ്യം അത് കലക്കി ഊറുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം. അപ്പോഴേക്കും പാത്രത്തിൻ്റെ അടിയിൽ നല്ല വെള്ള കളറുള്ള കൂവപ്പൊടി അടിയിൽ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളത് അതിൽ കയ്പ്പ് രുചിയൊക്കെ മാറിയോ നോക്കിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കൂവപ്പൊടി ഉണങ്ങാൻ വെച്ചു. കൂവപ്പൊടി 2 ദിവസം ഉണങ്ങുമ്പോഴേക്ക് തന്നെ നല്ല ശുദ്ധമായ കൂവപ്പൊടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.